ഗായ്സ്, ഇന്നത്തെ പരിപാടി എന്താ അറിയോ? ഇന്ന് എൻ്റെ തറവാട്ടമ്പലത്തിലെ പൂരം കേട്ടോ. അതായത് കരിപ്പാടത്ത് തറവാടിലാണ് ഞാൻ ജനിച്ചിട്ടുള്ളത്. അപ്പോൾ ആശറാട് ഭാഗത്താണ്. അപ്പോൾ ഇന്ന് ജനുവരി 28 ഗൈസ്. അപ്പോൾ അമ്പലത്തിലെ വിശേഷങ്ങളും പൂരൊക്കെയാണ് നമ്മളിന്ന് കാണാൻ പോകേണ്ട ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ബൈ ബൈ. ഇത് സാക്ഷാൽ ഭദ്രകാളി കുടികൊള്ളുന്ന കരിപ്പാടത്ത് ക്ഷേത്രം. ഈ തറവാട്ടു ക്ഷേത്രം എങ്ങടിയൂരിൽ സ്ഥിതി ചെയ്യുന്നു. മുത്തപ്പനും പൊന്നുണ്ണി വിഷ്ണുമായും നാഗരാജാക്കന്മാരും കുടികൊള്ളുന്ന തറവാട്ടു ക്ഷേത്രം. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തലമുറകളായി കൈമാറിക്കൊണ്ടുവരുന്ന ഈ ക്ഷേത്രം നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. സാക്ഷാൽ നാഗരാജാവ് കുടികൊള്ളുന്ന ഈ ക്ഷേത്രം പരദേവതകളുടെ വിഹാര കേന്ദ്രമാണ്. ഈ തറവാടിൻ്റെ സർവ ഐശ്വര്യത്തിനും സൗഭാഗ്യത്തിനും കാരണം ഇവിടെ കുടികൊള്ളുന്ന പരദേവതകൾ തന്നെയാണ്. നമ്മുടെ പൂർവികരായിട്ടുള്ള പരദേവതകൾ നമ്മളെ ഓരോരുത്തരെയും രക്ഷിക്കട്ടെ. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട്. അങ്ങനെ കൊല്ലങ്ങൾക്ക് ശേഷം നമ്മുടെ ജഗ്ഗൂരെ തറവാട്ടമ്പലത്തിൽ വെച്ച് കണ്ടുപിടിക്കുകയാണ്. ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കട്ടെ സ്വസ്ഥമായിട്ട്. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ആനകളെ കാണാൻ വേണ്ടിയിട്ടാ. നമുക്ക് ആനകളെ കാണാം. ഓക്കെ, ആനനെ ഇവിടെ കിടത്തി കുളിപ്പിക്കണേട്ടാ. ഗുരുവായൂർ ഗോപി കാണാൻ ഇവിടെ കിടന്നോണ്ടിരിക്കണേ. ചിക്കുന്നു വേണ്ടിപ്പോ ഗൈസ്. അപ്പോൾ നമ്മ പൂരം കാണാൻ വേണ്ടി പോവാണ്. പൂരം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കണ്ണൻ ചേട്ടനാക്കാണ് കൂടെ ഉള്ളടന്ന്. നിതീഷ് ഖാനൊക്കെ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായി. ബാക്കിനൊക്കെ വണ്ടിയിൽ വന്നോണ്ടിരിക്കുന്നത് ഗൈസ്. കേൾക്കണത് പറയണ കേൾക്കണോ എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും അമ്പലത്തിൽ പോയിട്ട് കാണാം. ഓക്കെ, ചില്ലിങ് വിത്ത് പൂരം. പൂരം കണ്ടോണ്ടിരിക്കല്ലേ.
നിങ്ങളുടെ പേരൊക്കെ പറയും. ആ അടുത്താള് ഊഴത്തിൻ്റെ ഇടയിൽ കണ്ടുപിടിച്ചാണ് അല്ലേ? നിങ്ങൾ എന്നെ ആദ്യം കണ്ടുണ്ടോ? കണ്ടിട്ടല്ലേ വീട്ടിൽ കാണാറുണ്ടോ? കണ്ടോട്ടാ പള്ളിയോടി കാണാറുണ്ടോ? നീ കാണാറുണ്ടോ? കണ്ടിട്ടില്ലേ? പറഞ്ഞോട്ടാ കുഴപ്പമില്ല. ഊരെങ്ങനെയുണ്ട്? അടിച്ചുകൂടിയല്ലേ? ഓക്കെ. ഗൈസ്, അപ്പൊ നമ്മുടെ പൂരായിട്ട് പിള്ളേരെ വക പരിപാടി ഉണ്ട്. ഡോളല്ലേ നിങ്ങൾ അടിക്കണേ അല്ലേ? തകർക്കുന്ന പണ്ട് കുറെ നേരം ഒന്ന് പറയണേ. അപ്പൊ നിങ്ങളുടെ പരിപാടി എടുക്കാൻ വേണ്ടി ഞാൻ നിൽക്കണ്ട, വെയിറ്റ് ചെയ്യണേ. തകർക്കോ? അപ്പൊ വാക്ക് പാലിക്കുന്നു വിചാരിക്കുന്നു. അപ്പൊ ഓക്കെ കാണല്ലേ? ശരി, ബൈ ബൈ. അപ്പൊ പരിപാടിയായിട്ട് വരാം. ഈ വസ്ത്രവും അതിൽ അർത്ഥം നേടിയ കുട്ടികളെ അവരോട് അതുപോലെ തന്നെ ഇന്നലെ പ്രാദേശിക എന്തിന്
ഗൈസ്. അപ്പോൾ നാടകത്തിൻ്റെ ഒരു എൻട്രി, പുറത്തുനിന്നുള്ള എൻട്രി കേട്ടാ നമ്മളിപ്പോൾ കാണാൻ പോണത്. ചൂട്ടൊക്കെ അത് ചുറ്റായി നിൽക്കണത്. രംഗേട്ടൻ ഞെട്ടിത്തിരിഞ്ഞിരിക്കുകയാണ്. ആ പുറത്തുനിന്നുള്ള എൻട്രി കേട്ടോ കാണുന്നുണ്ട്. കണ്ടത് ടിസ്റ്റാണ്. ടിസ്റ്റ് കൊള്ളാം, ഗംഭീര ടിസ്റ്റ് ആയിട്ടാ. ആൾക്കാർക്ക് ചുറ്റിരിക്കുകയാണ്. നാടങ്ങനെ കഴിക്കുകയാണ്. നല്ല നാടകമല്ല? നാടകം എന്താ ഇഷ്ടപ്പെട്ടാ? നല്ല നാടകമല്ലേ? എങ്ങനെയുണ്ട് നാടകം? ഉണ്ടായിരുന്നു നല്ല നാടകമല്ലേ? നാടകം ഉണ്ടായിരുന്നു നല്ല നാടകമല്ലേ? ഗൈസ് നാടകം കണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. അപ്പോൾ അതിലെ നാടകത്തിലെ ആക്ടേഴ്സ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ ചേട്ടൻ്റെ പേര്? ഉണ്ണി ശ്രീവത്സം. ക്യാരക്ടറിന്റെ പേരെന്തായിരുന്നു? ബാലഗോപാലകൃഷ്ണൻ ദൈവം അല്ലേ? ചേച്ചേൻ്റെ പേര്? എൻ്റെ പേര് പ്രസാദ് വാണാവള്ളി. ഓക്കെ. നിങ്ങളുടെ സ്ഥലം എവിടെ വരുന്നത് നമ്മുടെ നാടകം? ഓക്കെ. എൻ്റെ വീട് കൊടുങ്ങല്ലൂരാണ്. ഇത് സമിതി അമ്പലപ്പുഴയാണ്. അമ്പലപ്പുഴ സാരഥി. ഓക്കെ. നമ്മുടെ നാടകത്തിന്റെ പേരെന്തായിരുന്നു? 2 ദിവസം. അടിപൊളി നാടകമായിരുന്നു. ബാക്കിയുള്ള ആക്ടേഴ്സ് ഉണ്ട്? അപ്പൊ ഫ്രീ ആണോ? ഒരു ബ്ലോഗറാണ്. ഞാനിപ്പോ ബാക്കിയുള്ള ആക്ടേഴ്സിനൊന്ന് പരിചയപ്പെടാം. ഹലോ, പേര്? ലിഷോയ്. ഇപ്പൊ എത്ര നാളെ ഇപ്പം നാടകം? 30 വർഷമായി അല്ലേ? അപ്പൊ വീട് എവിടെയായിരുന്നു? കൊടുങ്ങല്ലൂരിനടുത്ത് പഞ്ചായത്തിൽ കൊമ്പത്തങ്കടവ് എന്നാണ് സ്ഥലം. ഓക്കെ. എന്തായാലും പരിചയപ്പെടാൻ ഒരു സന്തോഷം. നാടകം അടിപൊളിയുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്റെ പേര്? ശ്യാം. നാടകം സൂപ്പറായിട്ടുണ്ട്. നല്ല ഒരു എന്താ പറയാ, കണ്ടിരിക്കാൻ തോന്നുന്ന രീതിയിലായിരുന്നു അഭിനയം. വീട് എവിടെയാ കറക്റ്റ് വരുന്നത്? ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിലെ. പരിചയപ്പെടാൻ സന്തോഷം. ഓക്കെ. പേരെന്തായിരുന്നു? നാടകം സൂപ്പറായിട്ടുണ്ട്, നല്ല അഭിനയം, ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആക്ടറിന്റെ പേരെന്തായിരുന്നു? അമ്മിണി എന്ന് പറഞ്ഞ ആക്ടറാണ്. എന്തായാലും സൂപ്പറായിട്ട് പരിചയപ്പെടിയ സന്തോഷം. പേരെന്തായിരുന്നു? ആമി. നാടകം അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ട് ആക്ട് ചെയ്തു. കഥാപാത്രത്തിന്റെ പേരെന്തായിരുന്നു? ക്ലാര വിനീത. നമ്മൾ എത്ര കൊല്ലായി ഇപ്പോ നാടകം? 2018 തുടങ്ങിയിട്ടുണ്ട്. അതെ. ഓക്കെ. പരിചയപ്പെടിയ സന്തോഷം ചേച്ചി. താങ്ക് യു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നാടക പിന്നണി രംഗത്ത് ഇങ്ങനെ നിൽക്കണേ. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടല്ലേ നാടകം കാണാം. ഞാനിപ്പോൾ സ്ക്രീനിൻ്റെ ബാക്കിലുള്ളത്. ഇതിൻ്റെ പിന്നണി പ്രവർത്തകരാണ് എൻ്റെ കൂടെ ഉള്ളത്. എൻ്റെ പേരെന്താണ്? വിനു. ലൈറ്റ് അത് നമ്മളെ എവിടെ സ്ഥലം വരുന്നത്? ആലപ്പുഴ. അപ്പോൾ നാടകം ഇങ്ങനെ എത്ര കൊല്ലമായി പോയി? 8 കൊല്ലാവുന്നല്ലേ? ഒരുപാട് വേദികൾ ചെയ്തിട്ടുണ്ട്. പേരെന്താവും? എൻ്റെ പേര് റനീഷ് പുല്ലങ്ങടി. ചേട്ടൻ എത്ര കൊല്ലമായി ഏകദേശം? ഞാൻ 14 വർഷമായി. അയ്യോ, പരിചയപ്പെടാം. അവരുടെ പേരെന്തായിരുന്നു? സന്ദീപ്. അപ്പോൾ പിന്നണി പ്രവർത്തകരാണ്. ഓക്കെ. നടക്കട്ടെ. മനസ്സേട്ടാ, ചേട്ടൻ്റെ പേരെന്തായിരുന്നു? എൻ്റെ പേര് സുരേഷ്. എത്ര കൊല്ലം ഇപ്പോൾ നാടക വേദികളിൽ? ഞാൻ 16 വർഷമായില്ലേ? പേരെന്തായിരുന്നു? എൻ്റെ പേര് വിപിൻ മോഹൻ. ഇപ്പോൾ എത്ര വർഷമായി നാടക? 8 വർഷം കഴിഞ്ഞു. അടിപൊളി. എന്തായാലും ഇനി ഒരുപാട് വേദികൾ ചെയ്യാൻ പറ്റും. നാടകത്തിൻ്റെ പിന്നണിയുള്ള കാഴ്ചകളാണ് ഗൈസ്. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. See you.